ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ആം, ഒന്ന് രണ്ടാഴ്ചയായി കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ട് ആം, അതും അതിന് ശേഷം കുറെ സംഭവവികാസങ്ങൾ ഉണ്ടായതുകൊണ്ട് എല്ലാത്തിനും പ്രത്യേക വീഡിയോ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇത് രണ്ടു മൂന്ന് വിഷയങ്ങള് ഒന്നിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്നാമതായിട്ട് നമുക്ക് ഈ FCRA ഡിബേറ്റ് വീണ്ടും വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ FCRA അമെൻമെന്റ് ബില്ലായിരുന്നു ഈ പാർലമെന്റിൽ അവതരിപ്പിച്ചത്. അതിപ്പോഴും അവിടെ പാസ്സായിട്ടില്ല. ഇപ്പം ഈ പറഞ്ഞ ഇപ്പൊ അടുത്ത സമയത്ത് പാസ്സായി എന്ന് പറയുന്നത് പാർലമെന്റിൽ പാസ്സായതല്ല, അത് നോട്ടിഫിക്കേഷൻ വഴി പ്രാവർത്തികമാക്കിയതാണ്. അത് FCRA അമെൻമെന്റ് റൂൾസ് ആണ്. അത് ബേസിക്കലി അതിനകത്ത് രണ്ടു മൂന്ന് കാര്യങ്ങൾ പ്രത്യേകമായിട്ട് വന്നിട്ടുള്ളത് വെച്ചാല്, നേരത്തെ എനിക്ക് തോന്നുന്നു 5 കാറ്റഗറിയിൽ ഉണ്ടായിരുന്ന ഇതിന്റെ പർപ്പസ് അല്ലെങ്കിൽ ഇതിന്റെ ഈ NGO രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് 105 കാറ്റഗറി ആയിരുന്നു. കുറച്ചുകൂടെ മൈക്രോ ലെവലാക്കി. എന്ന് പറഞ്ഞാൽ നമ്മൾ ജനറലായിട്ട് ഇപ്പം എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ എഡ്യൂക്കേഷനെ കുറച്ചുകൂടെ വളരെ ജനറിക് ആയതുകൊണ്ട് അതിനകത്ത് പല കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നു. അതുകൊണ്ട് അത് കുറച്ചുകൂടെ വളരെ സ്പെസിഫിക് ആക്കി. അപ്പം അതിനകത്ത് ഒരു കാര്യം നമ്മൾ പർപ്പസായിട്ട് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനകത്തുനിന്ന് വ്യതിചലിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഓക്കെ, അതാണ് ഒന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു രജിസ്ട്രേഷൻ ആ ഒരു ഒരു സ്ഥലത്തെടുത്തു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് മാത്രമാണ്. അത് വേറെ സ്ഥലങ്ങളിൽ വേറെ സംസ്ഥാനങ്ങളിൽ വേണമെങ്കിൽ വീണ്ടും സെപ്പറേറ്റ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ വേണമെന്നുള്ള അതാണ് ബേസിക് ആയിട്ട് ഈ റൂൾസിനകത്തുനിന്ന് വരുന്നത്. പക്ഷെ ഈ എതിർപ്പുകൾ എനിക്കറിയത്തില്ല, ഈ സഭകളും മെത്രാന്മാരും ഒക്കെ എതിർക്കുന്നത് ഈ റൂൾസിനെയാണോ, ഈ അമെൻമെന്റ് റൂളിനെയാണോ, അതോ ഈ ചട്ടഭേദഗതിയാണോ, അതോ ഈ വരാനിരിക്കുന്ന അല്ലെ പാസ്സാക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന അമെൻമെന്റ് ബില്ലിനെയാണോ, അമെൻമെന്റ് ബിൽ 2026 എന്ന് എനിക്കറിയത്തില്ല. കാര്യം അതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പറഞ്ഞ പോലെ ഇപ്പൊ FCRA അല്ലെങ്കിൽ ഫോറിൻ ഫണ്ട് ചെയ്തിട്ടുള്ള അവരുടെ സ്ഥാപനങ്ങള്, അപ്പൊ അത് സ്കൂളാകാം, കോളേജാകാം, പിന്നെ ആതിരാലയങ്ങളാകാം, പിന്നെ എന്താ പറയുന്നത് കോളേജുകളാകാം, ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും അനോമലീസ്, ചെറിയ എന്തെങ്കിലും തെറ്റുകൾ വന്നാൽ പോലും അത് ഈ ലൈസൻസ് റദ്ദാക്കാനോ അല്ലെങ്കിൽ റിന്യൂ ചെയ്യാതിരിക്കാനും, ലൈസൻസ് ഇല്ലാതാകുന്നതിന് തുല്യമാണ്. അങ്ങനെ വരും കഴിഞ്ഞാൽ ഒരു ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയെ അസൈൻ ചെയ്ത് അവര് ടേക്ക് ഓവർ ചെയ്യുന്ന ഒരു ഇതാണ്, അതായത് ഗവൺമെന്റ്. അപ്പൊ ഈ പറഞ്ഞ FCRA ഫോറിൻ ഫണ്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ 100% ഫോറിൻ ഫണ്ട് ഉപയോഗിക്കുന്നില്ല. ഒരു കുറച്ച് പെർസെന്റേജ് ഫോറിൻ ഫണ്ട് ഉപയോഗിക്കുകയും ബാക്കി ഈ സഭയിലെ മെമ്പേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയെങ്കിൽ പോലും അത് ഏറ്റെടുക്കാനുള്ള അധികാരം ഉണ്ട് ഈ ഡെസിഗ്നേറ്റഡ് അതോറിറ്റിക്ക്. അതാണ് ഭയങ്കര രൂക്ഷമായിട്ടുള്ളൊരു പ്രശ്നം. അതായത് ഇപ്പം വന്ന പുതിയ നിയമങ്ങൾ അത് പുതുതായിട്ട് വരുന്നതിന് ആപ്ലിക്കബിൾ ആകുന്നത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പക്ഷെ നേരത്തെ ചെയ്തിട്ടുള്ളത്, അത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആയിരിക്കും അതിന് അത്യാവശ്യം ശിക്ഷ, പെനാൽറ്റി ഒക്കെ കൊടുക്കണം. അപ്പൊ ഈ ടേക്ക് ഓവർ ചെയ്യുക എന്ന് പറയുന്നത് അത് ഈ ഫോറിൻ ഫണ്ട് മാത്രമുള്ളതല്ലാത്തതുകൊണ്ട് അതിനകത്ത് സഭയിലെ മെമ്പേഴ്സിന്റെ പണം കൂടെ അതിനകത്ത് ഇൻവോൾവ് ആയതുകൊണ്ട് അതൊരു ഒരു അവകാശ ലംഘനം പോലെയാണ് എനിക്ക് തോന്നുന്നത്. അത് ഇച്ചിരി കൂടുതലായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ചെയ്യുമോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ അതൊരു എപ്പോഴും ഒരു ത്രെട്ട് പോലെ ഈ സഭകളുടെ മേളില് ഒരു ഡെമോക്രസിന്റെ വാൾ പോലെ അതിങ്ങനെ കിടക്കുമെന്നുള്ളതാണ് സത്യം. എപ്പം വേണമെങ്കിൽ ഇപ്പം സഭകള് പിന്നെ വരുതിക്ക് നിന്നില്ലെങ്കിൽ അവരെ പേടിപ്പിക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കാവുന്നത്. അപ്പൊ ED ഒക്കെ ഉപയോഗിക്കുന്ന പോലെ ഇത് ഉപയോഗിക്കാം. അതായത് ഇങ്ങനെ ചെയ്ത അങ്ങനെ അതൊരു സംഭവമാണ്. അതാണ് എന്റെ മെയിൻ ആയിട്ടുള്ളതായിട്ട് ഞാൻ കാണുന്ന ഒരു പ്രശ്നം. പിന്നെ രണ്ടാമത്, ഈ എനിക്ക് ക്രിസ്ത്യൻ സഭകളോട് ചോദിക്കാൻ എനിക്കറിയത്തില്ല, ഈ വ്യവസ്ഥാപിത സഭകൾ, അതായത് ഇപ്പൊ കാത്തലിക്സ് അല്ലെങ്കിൽ യാക്കോബ, ഓർത്തഡോക്സ്, മാർത്തോമാ, CS ഇതുപോലുള്ള ഈ സഭകളൊക്കെ ഈ മതപരിവർത്തനം ശരിക്കും നടത്തുന്നുണ്ട്. എനിക്കറിയത്തില്ല. ആക്ച്വലി ഞാൻ കേട്ടുള്ള ഇൻഡിപെൻഡന്റ് ചർച്ച, ഈ പെന്തിക്കോസ് സഭകളൊക്കെയാണ് ഇത് കൂടുതലും
ചെയ്യുന്നതെന്നാണ്. അപ്പൊ അവർക്ക് ഫണ്ട് കിട്ടുന്നുണ്ടോ, അത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിർത്താം. ഈ മതപരിവർത്തനം എന്ന് പറയുന്ന ഒരു സംഭവത്തോട് ഞാൻ ഒരിക്കലും യോജിക്കുന്ന ഒരു സംഭവമല്ല. കാര്യം നമ്മൾ വോളണ്ടറി ആയിട്ടൊരു മതം മാറുക എന്ന് പറയുന്നത് അവരെ ഇൻഡ്യൂസ് ചെയ്ത്, ഇപ്പം ക്രിസ്ത്യാനികളെ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ വിളിക്കുന്ന പോലെ റൈസ് ബൈസ് കൊടുത്തും, അല്ലെ വേറെ എന്തെങ്കിലും മെറ്റീരിയൽ ആയിട്ടുള്ള എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ അവരെ മിസ്ഇൻഫോം ചെയ്ത്, അല്ലെ അവരെ ബ്രെയിൻ വാഷ് ചെയ്ത്, അതിപ്പോ ആര് ചെയ്താലും അത് ശരിയല്ല. അപ്പൊ അത് അങ്ങനെ ചെയ്തൊരു മരുപരിവർത്തനം ചെയ്യുന്നതിനോട് എനിക്കൊരു ഇതില്ല. അതുകൊണ്ട് എന്താ നേടുന്നത്? ഇപ്പൊ ഇവരൊക്കെ അങ്ങ് വിശ്വാസികളാവും, ഇവരൊക്കെ അങ്ങ് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ആക്ച്വലി. കുറെ നമ്പേഴ്സ് കൂട്ടിയത് കൊണ്ട് എനിക്ക് അത് അറിയത്തില്ല ആക്ച്വലി. ഇത് എനിക്ക് തോന്നുന്നില്ല അതിനകത്തൊരു സിൻസിയർ ആയിട്ട് ഇപ്പം ഇന്ത്യയില് ക്രിസ്ത്യൻസിന്റെ പിന്നെ നമ്പേഴ്സ് കൂട്ടണം, അതുകൊണ്ട് എന്തോ സംഭവിക്കുന്നത് എനിക്ക്. സുവിശേഷം പ്രസംഗിക്കുന്നതുകൊണ്ട് ഈ ചെയ്യുന്നവര് നമ്മുടെ മുസ്ലിംസിന്റെ ചില വിശ്വാസം പോലെ സ്വർഗത്തിൽ പോകുമ്പോൾ കിട്ടുന്നവരെ പോലെ ഈ ക്രിസ്ത്യൻസിനും അങ്ങനെ ഒരു ധാരണയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് കൂടുതലും ഈ ചർച്ചുകള്, ഈ പറഞ്ഞ ചർച്ചകളൊക്കെ ഫോറിൻ ഫണ്ട് കൊണ്ടുവരികയും അത് ഇത് നടത്തിക്കൊണ്ട് പോകുന്ന, അതായത് ഇത് ഈ വ്യവസ്ഥാപിത സഭകളുടെ കൂട്ടല്ല, ഇതൊക്കെ ഒരു വൺ മാൻ ഷോ ആണ് മോസ്റ്റ് ഓഫ് ദം. അപ്പൊ അവരുടെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയും ഒക്കെ ഇത് വകമാറ്റുകയും ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുകയും, അപ്പം ഈ ഫണ്ട് കിട്ടുന്നതിന് ചിലപ്പോൾ അവരുടെ ഒരു ഒബ്ജക്റ്റീവ് ആയിരിക്കും, എന്താ പറയുന്നത്, ഈ നമ്പർ ഓഫ് കൺവേർട്ടഡ് പീപ്പിൾ മെമ്പേഴ്സ് കൺവേർട്ടഡ് ഫ്രം അതർ റിലിജിയൻസ് എന്നുള്ളത്. അപ്പം പക്ഷെ അത് ശരിയല്ല കേട്ടോ, അതെന്തായാലും ശരിയാ. പിന്നെ ഞാനീ പറഞ്ഞ ഈ ആൾക്കാർക്ക്, അതായത് നമ്മൾക്ക് പലർക്കും, ഈ പല ആൾക്കാർക്കും, അതായത് അന്യമതസ്ഥർക്കും, ഈവൻ ഉള്ളവർക്കും ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യൻ മതത്തിന്റെ ഡിനോമിനേഷനെ പറ്റി വലിയ വിവരമില്ല. അവരെ സംബന്ധിച്ചോളം പിന്നെ എല്ലാവരും ഒരേപോലെയാണ്, എല്ലാ സഭകളും. എനിക്ക് തോന്നുന്നില്ല ഈ പറഞ്ഞ വ്യവസ്ഥാപിത സഭകളിൽ എന്തെങ്കിലും ഈ മതപരിവർത്തനം അങ്ങനെ മാസമായിട്ട് നടക്കുന്നുണ്ടോ എന്നറിയത്തില്ല. പിന്നെ ആരെങ്കിലും വന്ന് ചിലപ്പം മാറണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം കൊണ്ട് മാറും. ഇപ്പൊ ഞാൻ പറയാം, ഞാൻ പല പള്ളികളിൽ, ഇപ്പൊ എറണാകുളത്തൊക്കെ പള്ളികളിൽ കണ്ടിട്ടുണ്ട്. ഇപ്പം കലൂർ പള്ളി, മറ്റേ പള്ളിയിലൊക്കെ ധാരാളം ഹിന്ദുസ് വന്ന് അവിടെ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല അവരെയൊന്നും ആരും അവിടെ കൺവേർട്ട് ചെയ്യുകയോ അവർ ക്രിസ്ത്യൻസ് ആകുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവർ ഹിന്ദുസ് ആയിട്ട് തന്നെയാണ് അവിടെ വരുന്നത്. അപ്പൊ അവരെ കണ്ടുപിടിച്ച് അവിടെ ഇത് ചെയ്യുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല ആക്ച്വലി. ദേ ആർ കമ്മിങ് വിത്ത്, ഇപ്പം അവര് പൊട്ടുമൊക്കെ തൊട്ട് ശരിക്കും അവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഹിന്ദുസ് ആണെന്ന് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് അവർ വരുന്നത്. അപ്പം അങ്ങനെ പല പള്ളികൾ അപ്പം അങ്ങനെ ചെയ്യുന്നില്ല. പിന്നെ ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇനി ഇങ്ങനെ ഒരു സംഭാഷണം ഉണ്ടാക്കുന്നത് തന്നെ എന്താണെന്ന് വെച്ചാൽ, ഈ മെത്രന്മാർ എന്തിനാണ് ഇതിനകത്ത് വാല് പിടിക്കാൻ പോകുന്നത് എനിക്കറിയത്തില്ല. അവർക്ക് എന്താണ് ഇത്ര പേടിക്കാനുള്ളത്? അവർ മതപരിവർത്തനം ചെയ്യുന്നില്ല. ഇപ്പൊ ഈ ഇതിനകത്ത് ഈ ചട്ടത്തിനകത്തെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരിക്കലും കൺവേർട്ട് ചെയ്യാനോ ഉള്ള ഒരു കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പണം ഉപയോഗിക്കരുത് എന്നുള്ള ഒരു ചട്ടം കൂടെ വന്നിട്ടുണ്ട്. അത് എന്തിനാ ചെയ്യേണ്ടത്? അല്ലെ അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ എനിക്ക് തോന്നുന്നില്ല വ്യവസായ സഭകളൊന്നും ചെയ്യുന്നുണ്ടോ എന്ന്. ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ ഇതിന്റെ ഇത്രയും വലിയ ടെൻഷൻ പിടിക്കുന്നത്? ഇതിപ്പോ ആക്ച്വലി എല്ലാ മതക്കാരുടെയും NGOസിനും, എല്ലാ മതങ്ങളല്ലാത്ത NGOസിനും എല്ലാം ബാധകമായിട്ടുള്ള കാര്യമാണ്. സോ ഇതൊരു അനാവശ്യമായിട്ടൊരു പുകമറ സൃഷ്ടിക്കുകയാണ്. അത് ഇല്ലാത്ത ഒരു സംശയം മറ്റുള്ളവരിൽ സൃഷ്ടിക്കാനേ ഈ മെത്രാന്മാരുടെ ഈ ബഹളം ഉപയോഗിക്കത്തുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ ഞാൻ അല്ലാത്ത മറ്റുള്ളവരോട് പറയുകയാണ്, ഈ വ്യവസ്ഥാപിത സഭകളിലെ അങ്ങനെ കൺവേർഷൻ നടക്കുന്നില്ല. മനസ്സിലായി? ഇത് നടക്കുന്നത് വേറൊരു ഗ്രൂപ്പാണ് ആക്ച്വലി. ആ ഗ്രൂപ്പുകൾ ക്രിസ്ത്യൻസ് അവളാണോ അത് മാഫിയകളാണോ എന്നൊന്നും ചോദിച്ചാൽ, അതിപ്പോ എല്ലായിടത്തും എല്ലാ വിഭാഗങ്ങളിലും ഉണ്ട് ഇതുപോലുള്ള പുഴുക്കുത്തുകൾ. മനസ്സിലായില്ല? അപ്പൊ അതാണ് സംഭവം. അപ്പം എനിവേ, ഈ പറഞ്ഞത് ഇപ്പം വന്നത് ചട്ടവും ഇനിയും വരാൻ പോകുന്നത്, ഇപ്പം ബില്ല് പാസ്സായിട്ടില്ല. അത് പാസ്സായി വരുമ്പോഴാണ് ഈ പറഞ്ഞ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി ടേക്ക് ഓവർ ചെയ്യുന്ന സംഭവമൊക്കെ. അത് ഇച്ചിരി അപകടകരമായിട്ടുള്ള കാര്യം, എസ്പെഷ്യലി റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ചെയ്യുന്നത്. പുതുതായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ബാധകമാക്കുന്നത് ഞാൻ ഇതാണ്. പക്ഷെ നേരത്തെ ചെയ്തു പോയത് അതിനകത്ത് അബദ്ധം കാണിക്കുകയോ അറിഞ്ഞുകൊണ്ട് കാണിക്കുകയോ ആണെങ്കിൽ പോലും ഇതിനകത്ത് വിശ്വാസികളുടെ പണം കൂടി ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ഗവൺമെന്റ് മറക്കാൻ പാടില്ല. അതാണ് എനിക്ക് FCRയെ പറ്റി അത്രേ പറയാനുള്ളൂ. പിന്നെ നമ്മള് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് വിഷയമാണ്, വിഷയവും അതിന്റെ കൂടെ ഉള്ളത്. ഇപ്പൊ വീര്യം കുറഞ്ഞ മദ്യം ത്തിനെ പറ്റി കുറെ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പം ഈ സംഭവം ആക്ച്വലി ചെയ്ത് തുടങ്ങിയത് പിന്നെ LDF ഗവൺമെന്റ് ആണ്. അത് പിന്നെ ഇവര് പിന്തുടർന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ രണ്ടാമത് ഇവര് ഈ മദ്യത്തിന് എഗൻസ്റ്റ് ആയിട്ട് ഇത് ഈ LDFനൊക്കെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു നാണക്കേട് തോന്നുന്നില്ല.
ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ചില റിപ്പോർട്ടർ പോലുള്ള ചാനലുകളൊക്കെ പറയുന്നത് 730 ഉണ്ടായിരുന്നു. ശരിയാ. പിന്നെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വന്നപ്പോ അത്രേ ഉണ്ടായിരുന്നതാണ്. അത് പോയപ്പോ 29 ബാറേ ഉള്ളായിരുന്നു കേരളത്തിൽ. മനസ്സിലായില്ലേ? അതാണ് ഇപ്പം 900 ആയത്. അപ്പം അത് മൂട്ടി ഈ ആൾക്കാരെ എല്ലാം കൂടിപ്പിച്ച് അതിനകത്തു നിന്നുള്ള വരുമാനം കൊണ്ട് പിന്നെ ഈ ഗവൺമെന്റ് നടക്കാമെന്ന് വിചാരിച്ച ഗവൺമെന്റ് ആണ് ഇപ്പം മദ്യനയത്തിനെതിരെ ആൾക്കാരെ മദ്യം കുടിപ്പിക്കുന്ന ശ്രമത്തിൽ അവരെ പിന്നെ എന്തോ അവരുടെ ആ വെൽഫെയറിനെ പറ്റി അവരുടെ നല്ല നടപ്പിനെ പറ്റിയൊക്കെ ഇത്രയും വലിയ കൺസേൺ ഭയങ്കര വിരോധാഭാസമായിട്ട് തോന്നുന്നതാണ്. അതിന് അഗൻസ്റ്റ് ആയിട്ട് ഇത് ചെയ്യുക. പിന്നെ രണ്ടാമത് നമ്മൾ കണ്ടത് പക്ഷെ എനിക്ക് വേറൊരു ചോദ്യങ്ങളുണ്ട്. ആക്ച്വലി വി ഡി സതീശൻ ഗവൺമെന്റിനോട് അല്ലെ വി ഡി സതീശനോട് എനിക്ക് ചോദ്യമുണ്ട്. എന്തിനാണ് ഇപ്പൊ ഈ വീര്യം കുറഞ്ഞ മതി അതങ്ങ് റദ്ദാക്കണം. അവര് ചെയ്ത് കൊണ്ടുപോയത് ആർക്കും കോൺട്രാക്ട് ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട വി ഡി സതീശൻ പറഞ്ഞ ബർക്കാര്യമായിട്ട് പിന്നെ ആദ്യമേ ഇതിനെ എഗ്രിമെന്റ് ചെയ്തത് LDF ഗവൺമെന്റ് ആണ്. അത് അങ്ങനെ കോൺട്രാക്ട് ഉണ്ടായാൽ പോലും നമുക്ക് എന്തായാലും ഇത് റദ്ദാക്കാനുള്ള പ്രൊവിഷൻസ് ഉണ്ടാവും, ക്ലോസുകൾ ഉണ്ടാവും. ഏത് എഗ്രിമെന്റും ഏത് MOU ആണെങ്കിലും അപ്പൊ അതങ്ങ് റദ്ദാക്കണം. ഇപ്പൊ ഈ വീര്യം കുറഞ്ഞ മദ്യം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അതിന് ഓൾറെഡി ഉണ്ടല്ലോ വീര്യം കുറഞ്ഞ പിന്നെ വൈന് അല്ലെങ്കിൽ ബിയർ പിന്നെ അല്ലെങ്കിൽ ജിൻ ഇതുപോലുള്ള മദ്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ കൂടെ ഒരു പുതിയൊരു സംഭവം കൂടെ ചെയ്ത എന്തിനാണ് ആവശ്യമില്ലാത്ത കോൺട്രവേഴ്സി ഉണ്ടാക്കി വെക്കുന്നത്? അത് പിന്നെ ഇനി അറിയില്ല, ഇനി പുതിയ ആൾക്കാരെ ഇതിനകത്തോട്ട് ആകർഷിക്കാനാണോ, അതായത് സാധാരണ ലഘുപാനീയം കുടിക്കുന്നവരെ കൂടെ ഇതിനകത്തോട്ട് കൊണ്ടുവരാനാണോ, അത് കൂടുതൽ അങ്ങനെ അയാളുടെ ടാക്സ് റവന്യൂ കൂട്ടാനുള്ള ഒരു ഉപാധിയാണോ? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആയിരിക്കുമെന്ന്. അത് രണ്ടും ഈ LDFന് യാതൊരു ധാർമ്മികമായിട്ടും പൊളിറ്റിക്കലായിട്ടുമുള്ള ഒരു സ്റ്റാൻഡിങ്ങും ഇല്ല ഇതിനെ എതിർക്കാനോ ഇതിനെ അഗൻസ്റ്റായിട്ട് പറയാനോ. അവർ ചുമ്മാ വെറും താറ പൊളിറ്റിക്സ് ആണ് ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനഗൻസ്റ്റായിട്ട് ഇത് ചെയ്യുക, എന്താ പറഞ്ഞ സമരം ചെയ്യുക, ഇത് ചെയ്യുക, വർത്താനം പറയുന്നതിന് ഇന്നലെ ഒരു മാസം മുമ്പ് ഇവർ ചെയ്തിട്ട് പോയ കാര്യങ്ങളാണ് ഈ സംഭവങ്ങളെല്ലാം. ഇപ്പൊ അവർക്ക് ഭയങ്കര നിഷിദ്ധമായി മാറി എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത് ഈ PMCയുടെ കാര്യമാണ്. ഈ PMCയുടെ കാര്യം തന്നെ LDF ഗവൺമെന്റ് ഓൾറെഡി അതിന് പൈസ ഏതാണ്ട് 90 crores വാങ്ങിക്കുകയും അടുത്ത ഒരു 100 കോടി വാങ്ങിക്കാനുള്ള അതെല്ലാം എഗ്രി ചെയ്യുകയും ഒക്കെ ചെയ്ത ഗവൺമെന്റ് ആണ്. പിന്നെ CPIയുടെ പിന്നെ എതിർപ്പ് കൊണ്ട് അത് ഹോൾഡ് ചെയ്തു എന്നുള്ള സത്യമാണ്. അപ്പം അങ്ങനെ പിന്നെ എന്താ പറയുന്നത്, അതുകൊണ്ട് അത് നല്ലതാണോ ചീത്തയാണോ എന്ന് ചോദിച്ചാല് അത് നമ്മുടെ ഈ സിലബസിൽ സിലബസ് എന്തായാലും കേരളത്തിലെ ബോർഡാണ് തീരുമാനിക്കുന്നത്, അല്ലാതെ സെൻട്രൽ അങ്ങനെ ഒരു ക്ലോസ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതായത് ഈ PMC സ്കൂളുകളിലെ സിലബസ് സെപ്പറേറ്റ് ആയിരിക്കുമെന്നോ അത് കേരള ബോർഡിന്റെ കോമൺ സിലബസ് അല്ല എന്നോ അവർക്കതിനകത്ത് ഇതുകൊണ്ട് അല്ലെ പിന്നെ അവിടുത്തെ പ്രിൻസിപ്പളെ നിയമിക്കാന് അല്ലെങ്കിൽ അവിടുത്തെ സിലബസിൽ മാറ്റം വരുത്താനൊക്കെയുള്ള അധികാരം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ശരിക്കും അപലപനീയമാണ്. അല്ല എന്നുണ്ടെങ്കിൽ ആ പൈസ വാങ്ങിച്ചിട്ട് കുറച്ച് മോഡൽ സ്കൂൾ ഉണ്ടാക്കുന്നതുകൊണ്ട് എന്താണ് എന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഇനി അഥവാ അങ്ങനെ ആണെങ്കിൽ തന്നെ ഈ LDF ഗവൺമെന്റ് എന്താണ് അവർ ഹോൾഡ് ചെയ്തു എന്നുള്ള സത്യമാണ്. അത് ഹോൾഡ് ചെയ്ത് CPIയുടെ പിന്നെ എതിർപ്പ് കൊണ്ടാണ്, അല്ലാതെ അവർക്ക് അതിനകത്ത് മനംമാറ്റം ഉണ്ടായത് കൊണ്ടാണ് ഇത് PMC മോശമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് എന്താ ഒന്നും ഇത് പഠിക്കാതെ കണ്ണടച്ചാണോ ഇപ്പൊ ഈ MOU സൈൻ ചെയ്തതും പിന്നെ ഈ പണം വാങ്ങിച്ചതും ഒക്കെ? അപ്പൊ അതിനൊരു സമരം പണ്ട് സ്വാശ്രയ കോളേജില് സമരം ചെയ്ത സ്വാശ്രയ കോളേജിന് അഗൻസ്റ്റ് ആയിട്ട് അവർ സമരം ചെയ്തു. പിന്നെ ഇഷ്ടംപോലെ സ്വാശ്രയ കോളേജുകൾക്ക് ഈ LDF ഗവൺമെന്റുകൾ തന്നെ പിന്നെ സാങ്ഷൻ കൊടുത്തു. ഈ സ്വാശ്രയ കോളേജിന് അഗൻസ്റ്റ് ആയിട്ട് സമരം ചെയ്യുന്ന സമയത്ത് പിണറായി വിജയന്റെ മകള് വീണ വിജയൻ ഒരു സ്വാശ്രയ കോളേജിലാണ് പഠിച്ചുകൊണ്ട് ആണ് അതിനകത്തെ വിരോധാഭാസം. ഇവര് ചെയ്യുന്ന എല്ലാം വിരോധാഭാസമാണ്. ഒരു കാര്യം ഇപ്പോഴത്തെ ഈ പോക്കെന്ന് പറഞ്ഞാൽ ശരിക്കും അപഹാസ്യമായിട്ടുള്ള രീതിയിലാണ് LDFന്റെ പോക്ക്. തൊടുന്നതിനും പിടിക്കുന്നതിനും എതിർപ്പ്, തൊടുന്നതിനും പിടിക്കുന്നതിനും സമരം ചെയ്ത ആൾക്കാർ, ഈ ആൾക്കാർക്ക് മടുത്തു ആക്ച്വലി നിങ്ങളുടെ സമരങ്ങൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം ജനജീവിതം ഇതാക്കുക, ഇവിടെ കയർസ് ഉണ്ടാക്കുക, അതാണ് സംഭവം. കാര്യം ഞാൻ ഈ 35 സീറ്റ് ഇപ്രാവശ്യം കിട്ടിയതിന്റെ അതിലും കുറച്ച് അടുത്ത പ്രാവശ്യം ഈ പോക്ക് പോയാൽ കിട്ടത്തില്ല. അത് തന്നെ എനിക്ക് തോന്നുന്നു ജനങ്ങൾ ഇനി പുറത്തിറങ്ങി ഇവരെ ഈ ബന്ദ് സമരങ്ങൾക്ക് നടത്തി വന്ന് പുറത്തിറങ്ങി കൈകാര്യം ചെയ്യും എന്നുള്ളൊരു അവസ്ഥ വന്നിട്ടുണ്ട്. കാര്യം ഇവരെ കൊണ്ട് സഹിക്കാതെ ഇവരിവിടെ ഈ തൊഴിലിൽ ഉണ്ടാക്കാൻ ശ്രമിക്കാതെ ഉള്ള തൊഴിലുകൾ ഇല്ലാതാക്കിയ ഈ പാർട്ടിയെ
മൂലമാണ് ഈ കേരളത്തിലെ ആൾക്കാർക്കെല്ലാം മറ്റുള്ള നാടുകളിലേക്ക്, മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കും മറ്റുള്ള രാജ്യങ്ങളിലേക്കും കുടിയേറി പാർക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കിയത്. അതിനെ ഈ BJPയുടെ എസ്പെഷ്യലി നോർത്ത് ഇന്ത്യൻ BJPക്കാർ എന്തുമാത്രം കളിയാക്കുന്നുണ്ട്. ഗൾഫിൽ പോയി ഇത് ചെയ്ത്, നമുക്കിവിടെ ജോലിയില്ല, പിന്നെ ഗൾഫിൽ പോയി ടോയ്ലറ്റ് ക്ലീൻ ചെയ്തുള്ള പണമാണ് ഇവിടെ ഉണ്ടാകുക. അങ്ങനെ ഒത്തിരി വളരെ മോശമായ രീതിയിൽ ഉണ്ടാകുക. അതിനൊക്കെ ഒരു അവസരം ഉണ്ടാക്കിയത് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നല്ല പങ്കുണ്ടെന്നുള്ളത് പറയാം. പക്ഷേ ഈ പറഞ്ഞു വന്നതെന്ന് വെച്ചാല് ഇവരെ ഒരു കാര്യം ഞാൻ പറയാം. എനിക്ക് ആക്ച്വലി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നെ ത്രിപുരയിലെയും പിന്നെ വെസ്റ്റ് ബംഗാളിലെയും പോലൊന്നും ഇല്ലാതായി പോകണമെന്നൊരു ആഗ്രഹമില്ല. കാര്യം അത് ഇല്ലാതായി പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 2-3 കാര്യം. നമ്മൾ ഈ സംസ്ഥാനങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാല് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആർക്കാ വളമായത്? BJPക്ക് അല്ലെ? അപ്പൊ അതുപോലെ തന്നെയാണ് കേരളത്തിലും സംഭവിക്കാൻ പോകുന്നത്. അപ്പം കേരളത്തിലും ഈ BJP CPMന്റെ പിന്നെ ക്ഷയം അല്ലെങ്കിൽ അതൊരു വളമാകുന്നത് BJPയുടെ വളർച്ചയ്ക്കാണ്. അതെനിക്ക് ഭയങ്കര BJPയോടുള്ള എതിർപ്പല്ല. കേരളത്തെ പോലുള്ള ഒരു സംസ്ഥാനത്തിൽ BJP ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും. കാര്യം മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഭൂരിപക്ഷം ഹിന്ദുക്കളും പിന്നെ ചെറിയ മൈനോറിറ്റികളും മുസ്ലിങ്ങളും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ 3 പിന്നെ മതവിഭാഗങ്ങളെ ഒരുവിധം നല്ല സ്ട്രോങ് ആയിട്ടുള്ള രീതിയിലുള്ള പെർസെന്റേജ് ഉള്ള ഇവരെ പല രീതിയിലും BJPയുടെ ഭരണം വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം തന്നെ ക്രിസ്ത്യൻസിന് അഗൻസ്റ്റ് ആയിട്ട് FCR വരുമ്പോഴത്തേക്ക് എന്തൊക്കെ വൃത്തിയായിട്ട് രീതിയിലാണ് മറ്റേ ഇവര് വർത്താനം പറയുന്നത്. അതായത് ഈ മുനമ്പത്ത് അവരെന്തോ ഇവര് പറഞ്ഞു കേട്ടതൊന്നും കേരളത്തിലെ ക്രിസ്ത്യൻസ് എല്ലാം മുനമ്പത്തതാണ് അത് ചെയ്തു, അതിന് പ്രത്യുപകാരമായിട്ട് വോട്ട് ചെയ്തില്ല, അതുകൊണ്ട് ഇവന്മാർക്കൊന്നും ഇനി ഒരു പണിയും ചെയ്തത്. FCRയുടെ കാര്യം കാണുമ്പോൾ ഈ മെത്രാന്മാർ കിടന്ന് നിലവിളിക്കുന്ന അല്ലാതെ ഈ FCRയുടെ അല്ലെ ഫോറിൻ ഫണ്ട് കൊണ്ടുവന്നിട്ടൊന്നും കേരളത്തിലെ ക്രിസ്ത്യൻസ് ജീവിക്കുന്നത്. അവരുടെ അധ്വാനം കൊണ്ട് ജീവിക്കുന്നതാണ്. മനസ്സിലായില്ലേ? ഇതുകൊണ്ട് പ്രത്യേകിച്ച് കേരളത്തിലെ പിന്നെ ക്രിസ്ത്യൻ പിന്നെ അതേ ഉള്ളൂ. ഇവരുടെ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു ക്രിസ്ത്യൻ മെമ്പർ എന്നുള്ള രീതിയിൽ എന്റെ ഒരു കൺസേൺ എന്നുള്ള ഞാനും കൂടെ കൊടുത്ത പണം ഉപയോഗിച്ച് അല്ലെങ്കിൽ എന്റെ കുടുംബം കൂടെ കൊടുത്ത പണം ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഏതെങ്കിലും സ്ഥാപനങ്ങള് അതിനകത്തൊരു FCRA വയലേഷൻ ഉണ്ടെന്നും പറഞ്ഞ് ഗവൺമെന്റ് ഏറ്റെടുക്കുക എന്ന് പറയുന്നത് ഇച്ചിരി വിഷമമുണ്ട് ആക്ച്വലി. അത് മാത്രമേ എനിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇതാണ് മെയിൻലി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതുകൊണ്ട് എനിക്ക് തകരുന്നുണ്ട്. പക്ഷെ ഇവരുടെ ഈ പോക്ക് ഇവർ തകർത്തേ തീരുമെന്നുള്ളതാണ് കാര്യം. ഇവര് ജനങ്ങളെ വീണ്ടും വീണ്ടും അങ്ങ് അവരുടെ കോർ പാർട്ടി മെമ്പേഴ്സ് അല്ലാത്ത ആൾക്കാരെല്ലാം അങ്ങ് മടുത്തു. 10 വർഷം മടുത്തതിന്റെ കൂടെ അവർ പ്രതിപക്ഷത്ത് വന്നപ്പോൾ അതിൽ കൂടുതൽ മടിപ്പിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് സത്യം. ചെയ്യരുത്. അത് ചെയ്തു കഴിഞ്ഞാൽ ആ ഗ്യാപ്പിൽ നിങ്ങളുടെ ഇതിനകത്ത് ആ സ്പേസിൽ BJP കടന്നുകൂടും. അതാണ് സത്യം. ഓക്കെ, എനിവേ ഇതാണ് എനിക്ക് ഇന്ന് പറയാനുള്ള 2-3 കാര്യങ്ങൾ. ഇനി അടുത്ത വീഡിയോയിലെ എന്തെങ്കിലും വിഷയമായിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.